ഹലോ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞായറാഴ്ചത്തെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ഇന്നലെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്തിരുന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി സത്യം പറയണേ. പിന്നെ സമയം കുറേ ലേറ്റായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്ന് ഇടാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോസല്ല, ഇന്നലെ എടുത്തു വെച്ച കുറച്ച് വീഡിയോസാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലത്തെ നിറപ്പുത്തരിയുടെയും പിന്നെ മോളെ പാട്ട് ക്ലാസ് കൊണ്ടുപോയതും അങ്ങനെ കുറച്ച് വീഡിയോസ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, കമൻ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കുട്ടികൾ രണ്ടാളും സ്കൂളിൽ പോയി. ഇന്നെന്തോ നല്ല മഴ പെയ്യുണ്ടോ ചോദിച്ചാൽ മഴ ഇല്ല, എന്നാൽ കുറച്ചൊക്കെ സൂര്യനെ കാണുന്നുണ്ട്. ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വല്ല ഊട്ടി പോയൊരു പ്രതീതിയായിരുന്നു. നല്ല തണുപ്പായിരുന്നു. അപ്പം ഇന്ന് കുഴപ്പമില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാണ്ട് കുറച്ച് ആക്രി സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കൊണ്ടു കൊടുക്കാൻ. കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മില്ലിൽ കൊടുക്കണം. അങ്ങനെ കുറേ ബിസി ഉണ്ട്. പിന്നെ ബില്ല് കുറച്ചുകൂടി കളക്ട് ചെയ്യാനുണ്ട്. 30-ാം തീയതിയാണ് എനിക്ക് പത്രത്തിൻ്റെ ബില്ലടയ്ക്കുന്ന ഡേറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇനിയും ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് നിങ്ങളത് ഇനിയും തുടർന്നും വേണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഹലോ, അപ്പം എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സൺഡേയിലായിരുന്നു, ഞായറാഴ്ചയാണ്. അപ്പോൾ സ്കൂളൊന്നുമില്ല. സ്കൂളിൽ വെച്ചിട്ട് നമുക്ക് രാവിലെ ഒഴിവൊന്നുമില്ല കേട്ടോ. അന്ന് നമ്മുടെ കർക്കിടക മാസത്തിലെ വാവ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ നിറപ്പൊത്തിരി നിറയ്ക്കുക. അപ്പോൾ ഇന്ന് നിറയണം എല്ലാ അമ്പലത്തിലും. നിലമ്പൂരിലെ ഒട്ടൊബിക്ക അമ്പലത്തിൽ നിന്ന് നിറ തന്നെയാണ്. അപ്പം ഞങ്ങൾ ചെമ്മന്തട്ട അമ്പലത്തിൽ പോയിട്ട് നിറ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് മുന്നേ നമുക്ക് വീടൊക്കെ വാതിലൊക്കെ ഒന്ന് അണിയൊക്കെ വേണം. വെച്ചിട്ടാ എന്ത് പറയണു വെച്ചിട്ട് രാവിലെ തന്നെ അമ്മന്ന് കുത്തിപ്പോക്കില്ലേ. ഞായറാഴ്ച വെച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റിയില്ല. 5:30 വെച്ചിട്ട് നീറ്റ് കുളിച്ചു, വിളക്കത്തിച്ച് ശീബൂതിയൊക്കെ പിച്ചോണ്ട വെച്ചല്ലേ. അപ്പോൾ മോളവിടെ ഇതൊക്കെ അണിയാൻ വേണ്ടി ശരിയാക്കുന്നുണ്ട്. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി 10:08 വന്നിട്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പം ഞങ്ങൾക്ക് ഇനി പോണതും നിറ കൊണ്ടുവരുന്നതും ഒക്കെ കാണിക്കാം കേട്ടോ. നമ്മളൊരു വർഷം നമ്മുടെ മെയിൻ വാതിലിൻ്റെ അവിടെയും സാമി റൂമിൻ്റെ വാതിലിൻ്റെ അവിടെയും നമ്മൾ കതിര് അവർ പൂജിച്ച കതിര് നമുക്ക് തരും. നമ്മൾ വീട്ടിൽ നമുക്ക് ദാരിദ്ര്യവും പട്ടിണിയൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ കതിര് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരിക എന്നാണ് പറയാം. അപ്പോൾ ബാക്കി ഞങ്ങൾ പോണതൊക്കെ കാണാം. മഴയില്ലെങ്കിൽ ഞങ്ങൾ സ്കൂട്ടിയിൽ പോവും, മഴ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓട്ടോയിൽ പോവും. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് പോണതൊക്കെ കാണാം. You look beautiful today. You look beautiful today. Oh, thank you. You beautiful അല്ലേ? അത് ഞാനല്ലേ, എനിക്കറിയാം, അതെനിക്കറിയാം. ബ്യൂട്ടിഫുൾ ആവുമ്പോ മകള് ബ്യൂട്ടിഫുൾ ആവുമല്ലോ. അപ്പല്ലേ അച്ഛൻ ഞാനെന്താ പുകയാ. അതിന്റെ സൊമാറ്റിക് ക്രോമോസോം 2 പേരും കൂടിയതാ. അപ്പൊ ആർക്കും എന്താ വേണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പഠിക്കേണ്ടത്. ഇത് കേൾക്കണ സന്ധ്യ മിസ്. അയ്യോ ആയില്ല, പഠിപ്പിയായില്ല. പതിയുന്നില്ല ഗൈസ്. അതാ പറഞ്ഞ അവിടെ വടിച്ചെടുത്താൽ ഇത് ഇതാക്കിയിട്ട് തുടങ്ങും.
തന്നെ അവിടെ കൊല്ലം വെക്കാനുള്ളതാ. ഒരുങ്ങിക്കോ മതി. ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ രണ്ടുപേര് ഒരുങ്ങുന്നുണ്ട്. അമ്മ സുന്ദരി ആയിട്ടുണ്ട്. ചേച്ചി അല്ലെങ്കിലും പൗഡർ ഇട്ടിട്ടാണ് സുന്ദരി ആവുന്നത്. ഗായ്സ് ഇവിടെ അനോയിങ് ചേച്ചിയുണ്ട്. ചേച്ചി പാട്ട് ഓഫ് ചെയ്യാൻ സമ്മതിക്കുന്നുള്ള കോപ്പിറൈറ്റ് ഉണ്ടായ ഞങ്ങളുടെ കുഴപ്പമല്ല, ഈ എല്ലാം ഈ ചേച്ചിയുടെ കുഴപ്പമാണ്. ഈ അഗ്ലി ചേച്ചി ബിച്ചു ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. പുറപ്പെടുന്നതിനെ പറ്റിയിട്ടും കുങ്കുമം തൊണ്ടതിനെ പറ്റിയൊക്കെ. ഞാനത് പക്ഷെ മ്യൂട്ട് ചെയ്തു, കാരണം അവിടെ പാട്ട് അവൾ ഉറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങാനും കോപ്പിറൈറ്റ് വരണ്ട. ഒരെണ്ണത്തിന് തന്നെ അപ്പുറത്ത് പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയില്ലല്ലോ വിചാരിച്ചിട്ട്. വരുമ്പോ കത്തിക്കോളാം. ഗായ്സ് ദാ അച്ഛമ്മ അവിടെ ഇരിക്കുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ പോയിട്ട് വരാം. ഹെൽമെറ്റോടാ തലയിലേക്ക്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിറ കതിര് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെമ്മന്തട്ട അമ്പലത്തേക്കാണ് പോണത്. ഇപ്പോൾ നമ്മുടെ മുതിരി എത്തിയിട്ടോ. മോള് ഈ മൊബൈലിൽ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തു. 2 പാട്ട് ആദ്യം ഉണ്ട്, അതിന് കോപ്പിറൈറ്റ് വരില്ല എനിക്കറിയില്ല. ചെമ്മന്തട്ട അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലെത്തിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, നല്ല ചളിയാണ്. അപ്പോൾ മക്കളെ അവിടെ ഇറക്കി അങ്ങനെ മുന്നിക്ക് വണ്ടി ഇടാൻ വേണ്ടി നീങ്ങിയതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇല്ലനിറയുടെ ഷീറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കിയിരുന്നു. പിന്നെ 3 നെയ്വിളക്കും ഷീട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നെയ്വിളക്കും കാര്യങ്ങളൊക്കെ ആയി ഉള്ളിൽ പോയി. പിന്നെ ഞാൻ പൂമൂടൽ തൊഴാൻ വേണ്ടി നിന്നിട്ടില്ല, കാരണം വീട്ടിലെ അമ്മയ്ക്ക് ചായ കൊടുക്കാതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേഗം പോന്നു കേട്ടോ. അവിടെ ഒരു പാത്രം അതിനിടയ്ക്ക് ചാടിയ അമ്മമ്മയുടെ ബിച്ചുട്ടൻ അതിന് പോയത്. അപ്പം തൊഴുത് ഇതാക്കി അതിലൊക്കെ വാങ്ങി ഇറങ്ങി. നല്ല മഴയാണ്, മഴയ്ക്കൊരു കുറവുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ സരസ്വതി മണ്ഡപത്തിലിരുന്നു. മഴ ഒന്ന് കുറയുമോ നോക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ കുറയുന്ന യാതൊരു ലക്ഷണവും ഇല്ല. പിന്നെ വിചാരിച്ചു റെയിൻ കോട്ടിട്ടിട്ട് പോരാന്ന്. അപ്പോൾ ഒരു കുട ഉണ്ടായിരുന്നു വണ്ടിയിൽ, ബിച്ച് ഓടിപ്പോയി എടുത്തു. അങ്ങനെ ആ ഒരു കുടയും വെച്ച് കുറച്ച് നേരം ഓരോരുത്തരോരുത്തർ അങ്ങനെ വണ്ടിയിലേക്ക് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയൊരു കുറവ് വന്നപ്പോൾ വേഗം അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. പിന്നെ നമ്മൾ നേരെ പുഴയ്ക്ക് പോവാണ്. പുഴയ്ക്ക് പോകണമെന്ന് സംശയിച്ചിരുന്നു. പിന്നെ ഒന്ന് വെള്ളം നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയത്. നല്ലതുണ്ട്, നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ വരെ വന്നിട്ടുണ്ട്. അവിടേക്കൊന്നും അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ പേടിച്ചിട്ട് പിന്നെ ഇറങ്ങിയതൊന്നുമില്ല, കാരണം നമ്മളൊരു അശ്രദ്ധ മതി ഓരോ അപകടങ്ങൾ വരാൻ. വെറുതെ അറിഞ്ഞുകൊണ്ട് അപകടം വരുത്തണമെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങിയതൊന്നുമില്ല. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചിച്ചുട്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കുകയൊക്കെ ആയിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ പിന്നെ ചായ കുടിക്കാൻ കയറി. ചായ ഉപ്പുമാവ് ആയിരുന്നു, കാപ്പിയായിരുന്നു കേട്ടോ, കട്ടൻ കാപ്പി ഉപ്പുമാവും. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെ പോയ കുട്ടികൾക്ക് വിശക്കുണ്ടായിരുന്നു. കട്ടൻ കാപ്പി പിന്നെ അവർക്ക് രണ്ടൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, അവർ ഉപ്പുമാവ് കഴിച്ചു. ബിച്ചുട്ടിനൊക്കെ തണുത്തിങ്ങനെ വിറകും. നല്ല പ്രത്യേകമായിട്ടൊരു തണുപ്പ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. മോള് കാലെഴുകാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. നല്ല ചെളിയോ കാര്യങ്ങളൊക്കെയാണ്. ചെരുപ്പിൽ ചെളിയെ നടക്കാൻ ഇഷ്ടമില്ല, അപ്പോൾ പോയിട്ട് കാലെഴുകാൻ വേണ്ടി പോയതാണ്. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുഴലും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു കേട്ടോ. ഇവിടെ വീട്ടിൽ ഞാൻ നിലവിളക്ക് എടുത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, വരുമ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട്. കുട്ടിക്കാലത്ത് നമ്മൾ കൈലാസത്ത് പോയിട്ട് ഇങ്ങനെ നിറക്കതിരി വാങ്ങുമ്പോൾ അമ്മ പറയും തലയിൽ വെച്ചിട്ട് നിറ പുലി പറഞ്ഞിട്ട് വരണത്. അന്നൊക്കെ എന്ത് പറഞ്ഞാലും അമ്മമാരെന്ത് പറയണോ അത് തിരിച്ച് നമുക്കൊരു വാക്കില്ല, നമ്മളനുസരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല എന്നുള്ളൂ. അപ്പോൾ മോനെ ഞാനിങ്ങനെ പഠിക്കൽ നിർത്തിയതായിരുന്നു വിളക്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളിങ്ങനെ കളിയാക്കിയിരുന്നു, ബിച്ചുട്ടിൻ്റെ കല്യാണമെന്നും പറഞ്ഞിട്ട്. പിന്നെ അപ്പുറത്ത് അവൻ്റെ പ്രായത്തിലുള്ള 1-2 കുട്ടികൾ സൈക്കിളിലുണ്ടായിരുന്നു. അപ്പോൾ അവർ കാണുന്നത് ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട്, ചെറിയൊരു കണ്ണിട്ടിട്ട്.
നമ്മളിനി ഇത് സാമി റൂമിൽ അവിടെയും വെക്കും, മെയിൻ വാതിലിൻ്റെ അവിടെയും വെക്കും കേട്ടോ. ഉഴിഞ്ഞേൻ്റെ വള്ളി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കെട്ടാറ്. ഞാൻ ആ നെല്ലിൻ്റെ കതിർക്കൊണ്ട് തന്നെ അങ്ങനെ കെട്ടുക ചെയ്തത്. പിന്നെ ഞാൻ സപ്പോർട്ടായിട്ട് ഒരു നൂല് വെച്ചിട്ട് അങ്ങനെ കെട്ടിക്കൊടുത്തു. ജസ്റ്റ് ശരിക്കും ചാണകം വെച്ചിട്ട് അതാക്കുക. ചാണകം ഇല്ലാത്തതുകൊണ്ട് ഈ പരിപാടി ചാണകം ഉരുളിയാക്കുക. അതുകൊണ്ട് ഒറ്റ തേമ്പല പടം നിൽക്കും. അങ്ങനെ നമ്മളിവിടുത്തെ വെക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിയിരുന്നു അപ്പുറത്ത് രഞ്ജിച്ചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് വരാമെന്ന് പറയുന്നു മോളോട്. പിന്നെ വന്നിട്ട് വേണം. ഇനി എല്ലാം കഴിഞ്ഞ് കിച്ചണിൽ കയറാണ്ടായിരുന്നു. അമ്മയ്ക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ദോശ ചൂടായിരുന്നു. അമ്പലത്തിൽ പോയി വന്നു കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ തന്നെ ചായ കുടിച്ചു. പക്ഷെ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കാണ്ടേ പോയത്. അമ്മയ്ക്ക് ദോശ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പശുക്കുണ്ടാവും. കുറേ സമയമായി. ഞങ്ങൾ പൂമോടൽ കഴിയാൻ 11 മണിയാവും. അതുവരെ നിന്നില്ല, വേഗം പോന്നു. കാരണം അമ്മ ചായ കൊടുക്കാണ്ട് പോയതല്ലേ വിചാരിച്ചിട്ട്. പിന്നെ മോക്ക് ട്യൂഷൻ 2 മണിക്ക് അപ്പോഴത്തേനും ഫുഡൊക്കെ ആവണം. നല്ല മഴയാണ്. മഴയത്ത് നനഞ്ഞൊട്ടി വന്നത്. അപ്പം ഇനി നമുക്ക് ചായ കൊടുക്കട്ടെ. മയിൽ 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 വേണോ അച്ഛൻ നല്ല ക്ഷീണുണ്ട് എനിക്കറിയാം. വെറുതെ ആവശ്യമില്ലാണ്ട് കണ്ടോ അച്ഛൻ കണ്ണ് കണ്ടോ? അച്ഛൻ കണ്ണ് കണ്ടു കണ്ടാ മനസ്സിലായി ആർക്കുണ്ടെന്ന്. ബാത്റൂമിലേക്ക് അമ്മേ ചായ അടിച്ചോ? ബാത്റൂമിൽ സംസാരിക്കട്ടെ. അല്ല അച്ഛൻ്റെ വായിൽ പൊണ്ണായി. കിട്ടിയില്ല. അങ്ങനെ അവർ അച്ഛനും മക്കളും കത്തിയടിക്കായിരുന്നു കേട്ടോ. ഞാനതിരുന്ന് വീഡിയോ എടുക്കുന്ന അവൾ പെട്ടെന്നാണ് അവളെ കണ്ടത്. അതാണ് പെട്ടെന്ന് എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ മോൾക്ക് നേരം വൈകുന്ന വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേഗം കുക്കറിൽ കുറച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഉലുവി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഉള്ളിയും നാളികേരും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചിട്ട് നമുക്കതൊന്ന് വേവിക്കാം. അപ്പോൾ ഞാനൊരു നെല്ലുത്തിരി ഒന്നുകൊണ്ട് തന്നെ 5-6 വിസിലടിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സംഭവം പൊളിയായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെയൊരു പപ്പടവും പുളി സമ്മന്തി അരയ്ക്കും. നമ്മൾ സാധാ നമ്മുടെ നോൺ വെജ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ നമ്മുടെ മീനോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ രാമായണ മാസം ഫുള്ള് വെജിറ്റേറിയനാണ്. അതുകൊണ്ട് പിന്നെ അവൾ ഡ്രസ്സൊക്കെ മാറി വന്നു. ഇപ്പം കമ്മല് ഇതിടണോ അതിടണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഈ വെള്ള കമ്മലധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. കാണുമ്പോൾ നമുക്ക് നല്ല വെയിറ്റ് ഉള്ളതായിട്ട് തോന്നും. അത്ര കനൊന്നുമില്ല. ഇങ്ങനെ അവൾ രണ്ടും കൂടി പോകുമ്പോഴും എപ്പോൾ പോകുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവൾ പോകാൻ ഇറങ്ങിയതാണ്. അവിടെ കൂടെയുള്ളൊരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ 2 പേരും കൂടി അങ്ങനെ ബസ്സിന് പോകും.
മഴക്കാലത്ത് കൊട തന്നെ വേണം, കൈ പിടിച്ച് പോണം, എടുക്കാൻ കൊട. ആ കൊട എടുത്ത് വെച്ചിട്ടാ പോകുന്നതല്ല, അത് അനുവദിക്കില്ല. മഴ നനഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഉമ്മ ഉണ്ടാ? ഉമ്മയൊന്നുമില്ലേ? മുടിയെ കഴിച്ചിട്ട് വല്ല ഫാഷൻ ഷോക്ക് വേണ മാതിരി പോണ്. ഇതിന്റെ അങ്ങനെയാ. ആ ബാഗ് രണ്ട് സൈഡിലും ഇട്ടളാ. ഉള്ളി സമ്മന്തി ഇഷ്ടായോ? കഴിച്ചോളൂ കേട്ടാ. ചാടേണ്ട ആവശ്യമില്ല, എനിക്ക് ഞാൻ വെച്ചാ പോലെ. ഭക്ഷണമൊക്കെ കഴിച്ചു നിന്നപ്പോഴാണ് NSSന്റെ മീറ്റിംഗ് കുറവാന്ന്. 3 മണിക്ക് മീറ്റിംഗ് ഞാൻ തന്നെ ടൈം വെച്ചു. അപ്പൊ ഞാൻ അതിന് പോണം. 2 മീറ്റിംഗ് ഉണ്ട് കേട്ടോ, സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ്. നമ്മളെ എടുത്ത് വല്യമ്മേന്റെ വീട്, വല്യമ്മേന്റെ അവിടെയല്ല, എന്റെ അടുത്ത് വരാം. ബെഡിൽ കിടന്ന് ചാടില്ലേ? നേരെ എടുത്താ മതി, നേരെ എടുത്തു. ഫോണിൽ കളിച്ചിട്ടുള്ള കേട്ടോ. ഒക്കെ വരാ. അമ്മേനെ ഫോൺ എടുക്കും. അമ്മടെ ഫോൺ എടുത്ത് വാടാ. ഫോൺ എടുത്തിട്ട് വാ. അമ്മേന്റെ പൊന്നാണിയാണ് ഗൈസ്. എന്റെ കുട്ടി എന്നോട് പെണക്ക. നോക്കട്ടെ പെണക്കാണ് അമ്മോട്. എന്നോട് പിണങ്ങി എന്തിനാന്നറിയോ? മൊബൈൽ വാങ്ങിച്ച്. പിന്നെന്താ പഠിക്കാൻ പറഞ്ഞിന്? നാളെ പരീക്ഷയാണ്. അപ്പൊ നമുക്ക് പാട്ടിന് പോവാ, പാട്ട് ക്ലാസ് പോവാ. പുസ്തകം എടുക്ക്. ഗ്യാസ് പൊക്കോട്ടെ, സാരമില്ല. അതിനാണ് കുഞ്ഞ് വിഷമിക്കണേ. സാരമില്ല കേട്ടാ. മീറ്റിങ്ങിന് പോയപ്പോ ഗ്യാസ് ഓഫാക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ച് പോയിരുന്നു. അവന് മറന്നു, വെള്ളം കുറെ തിളച്ചു പോയി. അതിന്റെ വിഷമത്തില അത് സാരമില്ല. എന്റെ പിച്ചുട്ടിന്റെ സങ്കടം എന്നറിയോ? ഞാന് മീറ്റിങ്ങിന് പോയപ്പോ ഗ്യാസുമ്മ ചുക്കുവെള്ളം വെച്ചിട്ട് പോയിരുന്നു, ഓഫാക്കാൻ പറഞ്ഞു. അവനത് മറന്നു അല്ലേ? അത് സാരമില്ല കേട്ടോ, അതിന് വിഷമിക്കണ്ട. അയ്യേ, ഇത്ര സിമ്പിൾ കാര്യത്തിനൊക്കെ ആരെങ്കിലും വിഷമിക്കുവോ? നോക്കട്ടെ അമ്മ, നേരെ നിക്കൂ. വിടുക്കനല്ല അമ്മേന്റെ കുഞ്ഞ്. വിഷമിക്കരുത് കേട്ടാ. ചെറിയ കാര്യത്തിനൊന്നും നമ്മൾ വിഷമിക്കാൻ പാടില്ല. നമ്മൾ അതിലേറെ വലിയ കാര്യങ്ങൾ വരുമ്പോ നമ്മളിങ്ങനെ നേരാവുക. അപ്പൊ അമ്മക്കൊക്കെ എപ്പോഴും വിഷമിക്കാനും നേരം ഉണ്ടാവും. നേരെ നിക്കൂ. വലിയ കാര്യോ? അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? കാര്യങ്ങളൊന്നും മറക്കരുത്, ശ്രദ്ധ വേണം. അമ്മ എന്തേലൊക്കെ പറഞ്ഞേൽപ്പിച്ചു പോയ. ഓക്കെ, മുടി വെട്ടാനായിരിക്കണം. ഓക്കെ, സാരമില്ല കേട്ടാ. അപ്പൊ ഞങ്ങള് പാട്ട് ക്ലാസ്സിക്ക് പോവാണ്. ചേച്ചീനെ എടുക്കണം, ഒക്കെ ചെയ്യാൻ അല്ലേ? അപ്പൊ നമുക്ക് പോയിട്ട് വരാം.
അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ നമ്മൾ പാട്ട് ക്ലാസ് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമാണ് എല്ലാ കുട്ടികളും പാടുമ്പോൾ. ഇന്നലെ പിന്നെ രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. സാറിന് രാവിലെ 1-2 പ്രോഗ്രാം നിറപുത്തരിയുടെയും പിന്നെ അമ്പലത്തിലും ഒക്കെ ഓരോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം വൈകിട്ടാണ് കേട്ടോ പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നത്. നമ്മളിറങ്ങിയപ്പോൾ തന്നെ വേറെ 2 കുട്ടികളുകൊണ്ട് ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ ഒരു പട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ വെറുതെ പട്ടി സാറേ എന്ന് വിളിച്ചത് കേട്ടോ. അതേ ഇവിടെ ഇരിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ അറിയില്ല. ആ പട്ടി അങ്ങോട്ട് പിന്നാലെ കൂടി. നല്ല മഴക്കാറുണ്ട്, നല്ല തണുപ്പായിരുന്നു കേട്ടോ. എന്നാലേ എന്താ അറിയില്ല, എന്തോരം തണുപ്പായിരുന്നു എന്നറിയാം. 110 റുപ്യന്റെ വല്ലപ്പോഴും ഇറങ്ങിയതാ. സിൽക്കോറിയം വാങ്ങി വന്നിട്ടുണ്ട്. കൊല്ലത്തിലൊരിട്ടൊക്കെ കുഴപ്പമില്ല. ഇനിയുണ്ടോ ഓർഡർ? ഇനിയില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ സൺഡേ പ്രവൃത്തികൾ ഒരുവിധമൊക്കെ കഴിഞ്ഞു. അപ്പോ കുലിക്കല്ലേ, ബെഡ് കിടന്ന് കുലിക്കല്, വീഡിയോ കിടന്ന് കുലിശയിക്കാല്ലേ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ വെച്ചിട്ടാ. അപ്പൊ നാളെ വെച്ചിട്ട് എക്സാം ഉണ്ട്. ഒന്നും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ടോ? അതെയോ? അതെയോ? അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ. എനിക്കൊരു ഇതുണ്ട്, പലരും എനിക്ക് വീഡിയോയിലുള്ള പല കാര്യങ്ങളും ഇങ്ങനെ വാട്സപ്പ് വഴി പേഴ്സണൽ കാണുമ്പോഴൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പറയണത് എന്ത് കാര്യമാണെങ്കിലും വീഡിയോയിൽ കമന്റ് ഇട്ടോളൂ. ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും കമന്റ് ഇടുന്നില്ല. അവർ
ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ട് അറിയിക്കുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ, ഗുഡ് നൈറ്റ്.